ഇവിടെ എത്ര ബോട്ടിൽസ് ഉണ്ട്? 1, 2, 3, 4, 5. ഈ പറഞ്ഞ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കുക. How many bottles are here? There. ഹൗ മെനി ബോട്ടിൽസ് ആർ ദെയർ? എത്ര ബോട്ടിൽസ് ഉണ്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടിലിൽ എത്ര ജ്യൂസ് ഉണ്ടെന്ന് എങ്ങനെയാ ചോദിക്കുക? How much പറയാൻ പറ്റില്ല, ഹൗ മെനിയും പറയാൻ പറ്റില്ല. കൗണ്ട്ലെസ് അല്ലേ, അപ്പൊ ക്വാണ്ടിറ്റി അല്ലേ ചോദിക്കുക. അതെങ്ങനെ ചോദിക്കുക? അപ്പം എന്താ മച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത? ഹൗ മച്ച് വാട്ടർ ഇസ് ഇൻ ദിസ് ബോട്ടിൽ? ഹൗ മച്ച് വാട്ടർ ബാക്കിയുണ്ട്, ഹൗ മച്ച് ജ്യൂസ് അല്ലെങ്കിൽ വാട്ടർ ഇസ് ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ എത്ര ബോട്ടിൽസ് ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഹൗ മെനി ബോട്ടിൽസ് ആർ ദെയർ. പക്ഷെ എത്ര ജ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഹൗ മച്ച് വാട്ടർ അല്ലെങ്കിൽ ഹൗ മച്ച് ജ്യൂസ് ഇസ് ലെഫ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ മച്ചും മെനിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന എൻറ്റിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് ദ വേർഡ് മെനി. ഓക്കെ, നമുക്ക് എണ്ണാൻ പറ്റില്ല. ഒരു ജ്യൂസ്, 2 ജ്യൂസ്, ഒരു ബോട്ടിൽ ജ്യൂസ്, 2 ബോട്ടിൽ ജ്യൂസ്, ഒരു സ്പൂൺ ജ്യൂസ്, 2 സ്പൂൺ ജ്യൂസ് എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഒരു ജ്യൂസ് 2 ജ്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എണ്ണാൻ പറ്റില്ല. എത്ര അളവുണ്ട് നമുക്ക് 1, 2 എണ്ണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് മച്ച് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ കൗണ്ട്ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മച്ചാണ്. നമുക്ക് അഥവാ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ യു യൂസ് ദ വേർഡ് മെനി. ഓക്കെ, ഇതേപോലെ മെനി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ഇവിടെ എത്ര മൊബൈൽ ഫോൺസ് ഉണ്ടെന്ന് എങ്ങനെയാണ് ചോദിക്കുക? How many mobile phones are here? ഓക്കെ, ഹൗ മെനി മൊബൈൽ ഫോൺസ് ആർ ഹിയർ? സോ ഇവിടെ മൊബൈൽ ഫോൺസ് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്. മച്ച് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റാത്ത ക്വാണ്ടിറ്റിയാണ്, നമ്പർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റിയാണ്. Sugar is left. ഹൗ മച്ച് ഷുഗർ ഇസ് ലെഫ്റ്റ്. ഇനി നിനക്ക് എന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് എങ്ങനെയാ ചോദിക്കുക? How much do you love me? ഹൗ മച്ച് ഡു യു ലവ് മീ. സ്നേഹം എന്നുള്ളത് നമുക്ക് എണ്ണാൻ പറ്റാത്തൊരു ക്വാണ്ടിറ്റിയാണ്. ഇതേപോലെ എണ്ണാൻ പറ്റാത്തൊരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ.